പ്രസാദ് അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു അബദ്ധം പറ്റിയതായിരിക്കാം ആ സർവേ ഫലം പങ്കുവെച്ചത്. അതായത് ഞാൻ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യൻ എന്നുള്ള സർവേ ഫലം പങ്കുവെച്ചത് ചിലപ്പോൾ ഒരു അബദ്ധമായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അദ്ദേഹത്തെ പറ്റിച്ചതായിരിക്കാം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട് ശ്രീ ജോസഫ് വാഴക്കൻ. യോജിക്കാൻ കഴിയുന്നതാണോ അത്? ഇല്ല, ഇപ്പം ബഹുമാനപ്പെട്ട ജോസഫ് വാഴക്കിന് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ. അദ്ദേഹം ഇവിടെ പറഞ്ഞു, ഇപ്പോഴും ശശി തരൂര് കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതിയിലെ അംഗമാണ്, ഇവരുടെയൊക്കെ നേതാവാണ്, അടിവര ഇട്ടു. അപ്പോൾ നിലവിൽ അങ്ങനെയുള്ള ഒരു നേതാവിൻ്റെ പ്രവൃത്തിക്കെതിരെ അവർക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ, മാക്സിമമാണ്. പിന്നെ ശശി തരൂര് അങ്ങനെ ഒരു വിഡ്ഢിയാണ് എന്ന് കരുതാനും മാത്രം വിഡ്ഢികളൊന്നും അല്ലല്ലോ നമുക്കൊക്കെ അത്യാവശ്യം കോമൺ സെൻസ് ഒക്കെ ഉള്ളവരല്ലേ. ഒന്നും ആലോചിക്കാതെ ചെയ്യാൻ ചെയ്യുന്ന ഒരാളാണോ അദ്ദേഹം? ഒന്നുകൂടി ആലോചിക്കുക മഞ്ജുഷേ, അദ്ദേഹം ഈ രാഷ്ട്രീയം കൊണ്ട് ഉപജീവനം കഴിക്കേണ്ട ഒരാളല്ല. ആ ഉപജീവനം കഴിക്കേണ്ട കാര്യം അദ്ദേഹത്തിന് ഇല്ല. അതേസമയം ഇവരെ പോലെയുള്ള ഇങ്ങനെയുള്ളവർക്ക് ഇവരെ സംബന്ധിച്ചോളം ഇതിൻ്റെ കോൺഗ്രസ്സിലുള്ള മഹാഭൂരിപക്ഷം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും ഈ രാഷ്ട്രീയം അല്ലാതെ വേറൊരു തൊഴിൽ അവർക്ക് അറിയില്ല. അവർക്ക് ഒരു പണി അവർക്കറിയില്ല. വൃത്തിയായിട്ട് എന്തെങ്കിലും ഒരു ജോലി, ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇങ്ങനെ ഇതുപോലുള്ള ഏർപ്പാടല്ലാതെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ അറിയാവുന്ന എത്ര രാഷ്ട്രീയക്കാർ ഇന്ന് കേരളത്തിലുണ്ട്? ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് ആരെ എക്സെപ്ഷനായിട്ട് എടുക്കുന്നില്ല. ഒരിക്കൽ ഇവിടെ ഒരു ഓസ്ട്രേലിയൻ പത്രപ്രവർത്തക അന്ന് ഇന്ത്യയിൽ വന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്ത്യ ടുഡേയിൽ വന്നൊരു അഭിമുഖമാണ്. അവരുടെ ഒരു പ്രതികരണം കണ്ടതാണ്. അവർ ചോദിച്ചു, ഇപ്പോൾ ഇവിടെയുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ടപ്പോൾ അവരാരുടെയും പേര് പറഞ്ഞില്ല. ശരി, രാഷ്ട്രീയം നിങ്ങളുടെ അല്ല, എന്താണ് നിങ്ങളുടെ പ്രൊഫഷൻ? രാഷ്ട്രീയം, ജനസേവനം, പ്രൊഫഷൻ, ജനസേവനമാണ് പ്രൊഫഷൻ. ജനസേവനം അതെങ്ങനെ ഒരു പ്രൊഫഷൻ ആവുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? എന്താണ് നിങ്ങളുടെ വരുമാനം? ഇതൊക്കെ തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം രാഷ്ട്രീയക്കാരുടെ. എന്താണ് ഇവരുടെ ഏർപ്പാട്? ജനങ്ങളെ പറ്റിക്കുക, അങ്ങനെ കിട്ടുന്ന അഴിമതി കൂടെ ആ ലെവലിൽ കൂടെ സ്ഥാനങ്ങളിൽ കൂടെയും കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കുക. അങ്ങനെയുള്ളവർക്കാണ് ഇതിൻ്റെ അകത്ത് നിലനിന്നില്ലെങ്കിൽ, നാളെ എന്തെങ്കിലും സ്ഥാനം കിട്ടിയില്ലെങ്കിൽ, MLA ആയില്ലെങ്കിൽ, മന്ത്രിയായില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബോർഡ് മെമ്പറെങ്കിലും ആയില്ലെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ആയില്ലെങ്കിൽ അവരുടെ ജീവിതം പ്രശ്നമാണത്. അങ്ങനെയുള്ള ഒരു അങ്കലാപ്പ്, അങ്ങനെയുള്ളൊരു ഭയം ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തും ചെയ്യാം. ഇനി നാളെ ഈ കോൺഗ്രസ് അങ്ങോട്ട് പുറത്താക്കി എന്നിരിക്കട്ടെ, BJP അദ്ദേഹത്തെ സ്വീകരിച്ചില്ല എന്നിരിക്കട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചില്ല എന്നിരിക്കട്ടെ, ശശി തരൂർ എന്ന വ്യക്തിയുടെ സ്റ്റേച്ചറിന് എന്തെങ്കിലും കുഴപ്പം വരുമോ? ഈ ലോക സമൂഹത്തിൻ്റെ മുമ്പിലും ഈ നാട്ടിലും എന്തെങ്കിലും ശശി തരൂര് കാര്യം അദ്ദേഹം സ്വയം ഒരു ബ്രാൻഡായി മാറിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളോടും എനിക്ക് വിയോജിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് ശശി തരൂരിന്റെ കരുത്ത്. ശശി തരൂരിന്റെ ആ കരുത്തുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞത് വിഴുങ്ങിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. സംശയമില്ലാത്ത കാര്യമാണല്ലോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നയാൾ ഇപ്പോൾ അത് നേരെ തിരിഞ്ഞു. അത്രയേ ഉള്ളൂ, കാര്യങ്ങൾ അതുപോലെ ഉള്ളൂ. അപ്പോൾ അല്ലല്ലോ, എല്ലാ രാഷ്ട്രീയക്കാരെയും പറയുമ്പോൾ ശശി തരൂരിനെയും പറയേണ്ടി വരും. അദ്ദേഹം നിലനിൽപ്പിന്റെ കളി കളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അടുത്ത ലക്ഷ്യം വന്നു കഴിഞ്ഞു, ശ്രീ ഷാബു പ്രസാദ്. അത് BJP-യിൽ നിന്ന് കിട്ടേണ്ട എന്തെങ്കിലും പുതിയ ആനുകൂല്യമായിരിക്കും. അതിൽ സംശയമുള്ള കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ BJP സ്വീകരിച്ചില്ലെങ്കിൽ എന്താകും എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അദ്ദേഹം കൃത്യമായി ലക്ഷ്യം വെച്ചു കഴിഞ്ഞു. മഞ്ജുഷേ പറയുന്നത്, ശശി തരൂർ അടിമുടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് കൃത്യമായ ഗെയിം പ്ലാൻ ഉണ്ട്. ഒരു പ്രൊഫഷണലിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് അവർക്ക് കൃത്യമായ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും. ആ ഒബ്ജക്റ്റീവ്സിനെ പറ്റി കൃത്യമായ പ്ലാനിങ് അവർക്കുണ്ടാകും. അവർക്ക് കൃത്യമായ ഒരു റോഡ് മാപ്പ് ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടാകും. അദ്ദേഹം അതറിഞ്ഞ് തന്നെ ചെയ്യുകയും ചെയ്യും. അത് പറയേണ്ടത് എപ്പം, എങ്ങനെ, എവിടെ, എങ്ങനെ പ്രതികരിക്കണം, എന്ത് പറയണം, എന്ത് പറയരുത്, ആ ടൈമിങ്, ഇതെല്ലാം അദ്ദേഹത്തിനുണ്ട്. ശരി,